ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും കുടുംബശ്രീയിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീ ആലപ്പുഴ ജില്ലയിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. ക്ലസ്റ്റർ ലെവൽ IFC, ആങ്കർ, സീനിയർ, CRP എന്നിവയാണ് തസ്തികകൾ. ചെറുതന, തഴക്കര, മുഹമ്മ, മുളക്കുഴ ക്ലസ്റ്ററുകളിലാണ് നിയമനം വന്നിട്ടുള്ളത്. പ്രായം 40-ൽ അധികരിക്കാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അതാത് ക്ലസ്റ്റർ ഉൾപ്പെടുന്ന ബ്ലോക്കിൽ താമസിക്കുന്നവരായിരിക്കണം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയങ്ങൾ, കുടുംബശ്രീ അംഗത്വം, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ തപാൽ മുഖാന്തരമോ നേരിട്ടോ നവംബർ 5-നകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ലഭ്യമാക്കേണ്ട വിലാസം: ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, വലിയകുളം, ആലിശ്ശേരി വാർഡ്, ആലപ്പുഴ 688001. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുവ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രോജക്റ്റിൽ നിന്ന് വേതനം നൽകുന്ന പാലിയേറ്റീവ് നഴ്സിൻ്റെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മുൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. യോഗ്യത +2 കേരള ഗവൺമെൻറ് അംഗീകൃത ജനറൽ അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ്സായി ഗവൺമെൻറ് രജിസ്ട്രേഷനുള്ളവരും പാലിയേറ്റീവ് നഴ്സിംഗ് ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരുമായിരിക്കണം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 40 വയസ്സാണ്. ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 31 രാവിലെ 11 മണിക്ക് പെരുവ PHC ഓഫീസിൽ ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ല കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ നഴ്സ് തസ്തികയിലേക്ക് നവംബർ 1 ശനിയാഴ്ച രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തണം. അഭിമുഖത്തിന് 20 പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ, എഴുത്തു പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇടുക്കി ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ആയുർവേദ നഴ്സ് തസ്തികയിലേക്ക് യോഗ്യത: കേരള സർക്കാർ അംഗീകൃത 1 വർഷത്തെ ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റാണ്. പ്രതിമാസ വേതനം 14,700 രൂപയാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അംഗീകൃത എഞ്ചിനീയറിംഗ് ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അംഗീകൃത 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ NTC അല്ലെങ്കിൽ NSCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 31 രാവിലെ 11 മണിക്ക് അസൽ രേഖകൾ സഹിതം കളമശ്ശേരി ITIയിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ കൗൺസിലർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 31 ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ എത്തിച്ചേരണം. പ്രായപരിധി 40 വയസ്സാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, പബ്ലിക് ഹെൽത്ത് കൗൺസിലിംഗ് എന്നിവയിൽ ബിരുദമുള്ളവർക്കോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമയുള്ളവർക്കോ അപേക്ഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വനിതാ ശിശു വികസന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ പ്രാവീണ്യം നിർബന്ധമാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി IFC, ആങ്കർ, സീനിയർ, CRP തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. വെള്ളിനേഴി, നാഗലശ്ശേരി, മലമ്പുഴ എന്നീ CDSകൾക്ക് കീഴിലാണ് 3 ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നത്. ഈ തസ്തികകളിലേക്കുള്ള നിയമനം 3 വർഷത്തേക്കായിരിക്കും. എല്ലാ വർഷവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് തുടർ നിയമനം നൽകും. IFC, ആങ്കർ തസ്തികയിലേക്ക് VHSC അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ
അഗ്രികൾച്ചറൽ അലൈഡ് സയൻസ് എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൃഷിയിലോ ഫാം ബേസ്ഡ് ലൈവ്ലിഹുഡിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. എക്സ്റ്റൻഷൻ ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവരെ ലഭിക്കാത്ത പക്ഷം മറ്റു വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളവരെയും പരിഗണിക്കും. എന്നാൽ ഇവർക്ക് കാർഷിക മേഖലയിൽ 2 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. അതാത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. സീനിയർ CRP തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ കൃഷിസഖ്യ അല്ലെങ്കിൽ പശുസഖ്യ അല്ലെങ്കിൽ അഗ്രികൾച്ചർ CRP എന്ന നിലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. CRPയുടെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് മുൻഗണന ലഭിക്കും. കുടുംബശ്രീ അംഗത്വം, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ അതാത് CDSൽ ഒക്ടോബർ 31 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് 3 പ്രമുഖ സ്വകാര്യ കമ്പനികളിലേക്കുള്ള ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിൽ നവംബർ 1 രാവിലെ 10 മുതലാണ് ജോബ് ഡ്രൈവ് നടക്കുക. ഏരിയ സെയിൽസ് മാനേജർ, ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇലക്ട്രീഷ്യൻ ട്രെയിനി, ഇലക്ട്രീഷ്യൻ, ക്രൂ മെമ്പർ, ഗസ്റ്റ് എക്സ്പീരിയൻസ് ലീഡർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം. +2, ബിരുദം, ITI ഇലക്ട്രിക്കൽ യോഗ്യതയുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം പാലക്കാട് എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള നടത്തുന്നുണ്ട്. ഒക്ടോബർ 31 രാവിലെ 10 മണിക്ക് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്ററിലാണ് മേള നടത്തുന്നത്. 4 പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന മേളയിൽ 100-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, PG, ഡിഗ്രി അല്ലെങ്കിൽ ITI, വെൽഡർ, ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് ഒറ്റത്തവണയായി ഫീസ് 300 രൂപ അടച്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ നേടാവുന്നതാണ്. പങ്കെടുക്കുന്നവർ നിങ്ങളുടെ ഫോട്ടോ, ഏതെങ്കിലും ID കാർഡിൻ്റെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, ബയോഡേറ്റയുടെ പകർപ്പ് 5 എണ്ണം കൊണ്ടുവരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഒക്ടോബർ 31 രാവിലെ 10:30 മുതൽ ജില്ലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇലക്ട്രീഷ്യൻ ട്രെയിനി, കെയർ ഗീവർ, പ്രീ ട്രെയിനീസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, പ്രീ എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യോഗ്യത ITI ഇലക്ട്രിക്കൽ, SSLC, +2 ആണ്. തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.